അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ച. ആശാപ്രവർത്തകരുടെ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. സന്തോഷ് കുമാർ MP-യുടെ ചോദ്യത്തിന് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതികരിച്ച JP നഡ്ഡ NHM യോഗം കഴിഞ്ഞയാഴ്ച ചേർന്നിരുന്നുവെന്നും ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കി. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും JP നഡ്ഡ പറഞ്ഞു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിനെ മാർച്ച് 27 തറക്കല്ലിടുമെന്ന് മന്ത്രി K രാജൻ. നിയമസഭയിൽ T സിദ്ദിഖ് MLA കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അഭിമാനകരമായ ദുരന്ത നിവാരണ പ്രക്രിയയിലാണ് സർക്കാരെന്നും കൃത്യം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുനരധിവാസ പട്ടിക തയ്യാറാക്കിയതെന്നും 120 കോടി രൂപ ഉപയോഗിച്ച് റോഡുകൾ പുനർനിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ അന്തിമ പട്ടിക തയ്യാറാക്കാൻ പോലും സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്നായിരുന്നു T സിദ്ദിഖ് MLA-യുടെ അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണം. പുനരധിവാസം എങ്ങും എത്താത്ത സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ദുരന്തമുണ്ടായിട്ട് 8 മാസമായെന്നും ഉടുതുണിക്ക് മറുതുണി നഷ്ടമായവരാണ് ദുരന്തബാധിതരെന്നും ഇന്ത്യയിലല്ലേ കേരളം എന്ന് തോന്നും കേന്ദ്ര നിലപാട് കാണുമ്പോഴെന്നും അദ്ദേഹം പറഞ്ഞു. വയനാടുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതിപക്ഷം സർക്കാരിനെ പൂർണ്ണ പിന്തുണ നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്രം കാണിച്ചത് ക്രൂരമായ അവഗണനയാണെന്നും എന്നാൽ മന്ത്രിസഭയ്ക്ക് പ്രത്യേക തീരുമാനം എടുക്കാമായിരുന്നുവെന്നും കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ പകരം പദ്ധതി സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തബാധിതരുടെ സിബിൽ സ്കോർ താഴേക്ക് പോയതിനാൽ ഇനി ഒരു വായ്പയും കിട്ടാത്ത അവസ്ഥയാണെന്നും സംസ്ഥാന സർക്കാരിന്റേത് നിരുത്തരവാദപരമായ സമീപനമാണെന്നും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPM നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ G സുധാകരൻ KPCC വേദിയിൽ എത്തും. ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് G സുധാകരൻ പങ്കെടുത്തത്. മുൻമന്ത്രിയും CPI നേതാവുമായ C ദിവാകരനും പരിപാടിയിൽ പങ്കെടുക്കും. യുഗപുരുഷന്മാരുടെ സമാഗമ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. VS അച്യുതാനന്ദനെ CPM സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവെന്ന നിലയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആക്ഷേപം അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VS സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി തുടരുമെന്നും മധുരയിൽ നടക്കുന്ന പാർട്ടി ദേശീയ സമ്മേളനത്തിന് ശേഷം ക്ഷണിതാക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ നടത്തിയ പ്രതികരണം മയപ്പെടുത്തി പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് A പത്മകുമാർ. പറഞ്ഞത് തെറ്റായിപ്പോയി എന്നും അതിന്റെ പേരിൽ അച്ചടക്ക നടപടി വന്നാലും വിഷമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേഡറിന് തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്ന പാർട്ടിയാണ് CPM എന്നും 50 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വൈകാരികമായി പ്രതികരിച്ചതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിന്റെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ചികിത്സയിലാണെന്ന് പറഞ്ഞതിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് 15-കാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ട് ഹാജരായി.
പോലീസ് കേസ് ഡയറിയും ഹാജരാക്കി. ഇരുവരുടെയും കോൾ റെക്കോർഡ്സ് എപ്പോഴാണ് പരിശോധിച്ചതെന്ന് ചോദിച്ച കോടതി കൃത്യവിലോപം പോലീസിൽ നിന്നും ഉണ്ടായോ എന്നാണ് പരിശോധിക്കുന്നതെന്നും വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മരണം സംഭവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നില്ലേ, എന്തുകൊണ്ടാണ് പോലീസ് നായയുടെ പരിശോധന വൈകിയത് എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. മലപ്പുറം തിരുവാലി വില്ലേജ് ഓഫീസിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിലായി. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ശരത്തിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. വില്ലേജ് അസിസ്റ്റന്റ് തൃക്കലങ്ങോട് ആമയൂർ സ്വദേശി റഹ്മത്തുള്ള നേരത്തെ പിടിയിലായിരുന്നു. കുഴിമണ്ണ സ്വദേശിയുടെ 60 സെന്റ് സ്ഥലത്തിന്റെ പട്ടയത്തിലെ തെറ്റുകൾ തിരുത്തി നൽകാനായി 7 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന ആരോപണത്തിൽ പ്രതികരണവുമായി തന്ത്രി പ്രതിനിധി. ക്ഷേത്രവിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നീചമായ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. ജാതി വിവേചനം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില തൽപരകക്ഷികൾ നീചമായ പ്രചാരണം നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി പരുന്തുംപാറയിൽ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ കുരിശ് സ്ഥാപിച്ച ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെ കേസെടുത്തു. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് സജിത് ജോസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം മൃഗശാലയിലെ മ്ലാവിനെ പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗശാലയിൽ ഞായറാഴ്ച ചത്ത മ്ലാവ് വർഗത്തിൽപ്പെടുന്ന സാമ്പാർ ഇനത്തിൽപ്പെട്ട മാനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച മൃഗശാലയിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസിൽ നടത്തിയ വിശദ പരിശോധനയിലാണ് മ്ലാവിനെ പേവിഷബാധ സ്ഥിരീകരിച്ചത്. മ്യാൻമാർ തായ്ലൻഡ് അതിർത്തിയിൽ ജോലി തട്ടിപ്പിനിരയായി കുടുങ്ങിയ 283 പേരെ വ്യോമസേനയുടെ വിമാനത്തിൽ തിരിച്ചെത്തിച്ചു. വ്യാജ ജോലി വാഗ്ദാനം നൽകി സൈബർ കുറ്റകൃത്യങ്ങളുടെ ശൃംഖലയിൽ കുടുങ്ങിയ ഏകദേശം 540 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. ഇതിൽ 283 പൌരന്മാരെയാണ് തിരിച്ചെത്തിച്ചത്. വ്യാജ ഏജൻസികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മ്യാൻമാർ തായ്ലൻഡ് അതിർത്തിയിൽ നിന്ന് തിരികെ എത്തിച്ചവരിൽ 8 മലയാളികളും ഉൾപ്പെടുന്നതായി വിവരം. ഒരു വനിതയടക്കമാണ് തിരികെ എത്തിയത്. സോഷ്യൽ മീഡിയയിൽ കണ്ട ജോലി അവസരം വഴിയാണ് തായ്ലാന്റിൽ എത്തിയതെന്നും ബാങ്കോക്കിൽ എത്തിച്ചതിനു ശേഷം പിന്നീട് തായ്ലാന്റ് അതിർത്തിയിൽ എത്തിച്ച് മ്യാൻമറിലേക്ക് കടത്തുകയായിരുന്നുവെന്നും ജോലി ഓഫർ നൽകി മനുഷ്യക്കടത്തിന് ഇരയാക്കിയെന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യസിലെത്തി. 12ാം തീയതി നടക്കുന്ന മൌറീഷ്യസിന്റെ 56ാം ദേശീയ ദിനാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായക വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നാണ് വിവരം. UAEയിൽ ഇടിമിന്നലോട് കൂടിയ മഴ. തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇന്നും മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഛത്രപതി സംഭാജിനഗർ ജില്ലയിലെ ഖുലാബാദിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ആവശ്യത്തെ പിന്തുണച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. മുൻ കോൺഗ്രസ് സർക്കാർ ശവകുടീരം ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കൈമാറി സംരക്ഷിച്ചതിനാൽ നിയമപരമായി മാത്രമേ ശവകുടീരം നീക്കം ചെയ്യാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ സംഭലിൽ BJP നേതാവിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി. ഗുൽഫാം സിംഗ് യാദവ് എന്ന ഗ്രാമമുഖ്യനാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ 3 യുവാക്കളാണ് കൊല നടത്തിയതെന്നാണ് വിവരം. അലിഗഡിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഗുൽഫാം സിംഗ് യാദവ് മരിക്കുകയായിരുന്നു എന്നാണ് വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. ലോകത്തെ ഏറ്റവും മലിനമായ 20 നഗരങ്ങളിൽ 13 ഇന്ത്യയിലെന്ന് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയറിന്റെ 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട്. ബാക്കി 7ൽ 6 ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെയാണ്. ഇതിൽ 4 നഗരങ്ങൾ പാകിസ്ഥാനിലും ചൈനയിലും കസാക്കിസ്ഥാനിലും ഓരോ നഗരങ്ങളും ഉൾപ്പെടുന്നു. ആഫ്രിക്കൻ നഗരമായ ഇൻജമിനെയാണ് 20ൽ ഏഷ്യയ്ക്ക് പുറത്തുള്ള ഏക നഗരം. ബാങ്കിംഗ് മേഖലാ തലത്തിൽ ഡിജിറ്റൽ പരിവർത്തന പ്രക്രിയകൾ ത്വരിതപ്പെടുത്തിയതായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക് സ്ഥിരീകരിച്ചു.
ചില ഇലക്ട്രോണിക് ഇടപാടുകൾക്കും സാമ്പത്തിക കൈമാറ്റങ്ങൾക്കും ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ചുമത്താനുള്ള ബാങ്കിംഗ് നിർദ്ദേശത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്ത കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിഷേധിച്ചു. ഇറക്കുമതി തീരുവയിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരിളവും ഉറപ്പു നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഏപ്രിൽ 2-ന് ഇന്ത്യയ്ക്ക് മേൽ ട്രംപ് പകരം തീരുവ ചുമത്താൻ സാധ്യതയില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ചർച്ചകൾ പൂർത്തിയാകാൻ സമയമെടുക്കുമെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ പറഞ്ഞു. ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ അവഗണിച്ചെന്ന ആക്ഷേപത്തിൽ വിശദീകരണവുമായി ICC. ചെയർമാൻ മൊഹ്സിൻ നഖ്വി ഉൾപ്പെടെയുള്ള PCB ഭാരവാഹികളെ ക്ഷണിച്ചിരുന്നുവെന്നും എന്നാൽ അവർ പങ്കെടുക്കുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും ICC വ്യക്തമാക്കി. പാകിസ്ഥാനിൽ കളിക്കാൻ BCCI വിസമ്മതിച്ചതിനാലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.